ആശ്രമം. ഈ ആശ്രമം എന്ന് പറഞ്ഞിട്ടൊരു എപ്പിസോഡ് തുടങ്ങുന്നുണ്ട്. പക്ഷെ ഞാൻ ഓരോ എപ്പിസോഡുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ വെറുതെ പേരിടണമെന്നുള്ളൂ, പേരും നമ്പറൊക്കെ ഇടണമെന്നുള്ളൂ. ഒക്കെ കണക്റ്റഡ് ആണ്. ഞാൻ പറയാനുള്ളത് എന്തെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നുണ്ട്. മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 1 മുതൽ കാണണം. 6 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ റീല്. ആ റീല് മുതൽ ഇന്നേ വരെ ഞാൻ ചെയ്ത റീൽസുകൾ, വീഡിയോസുകൾ ഇതൊക്കെ കൂടെ എത്രയായി? ഏകദേശം 700ഓളം എപ്പിസോഡുകളായിട്ടാണ്. അതിൻ്റെ ഇടയിൽ ദിവ്യബുദ്ധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്ന എനിക്ക് എതിരെ കുറച്ച് അസൂയക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടെ എന്ത് ചെയ്ത് എന്നെ ഒരു തവണ പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എൻ്റെ സമ്മതമില്ലാതെ വീട്ടിലുള്ള രക്തബന്ധങ്ങളുടെ ഒരൊറ്റ ഒപ്പോണ്ട് കൂടിയിട്ട് നമുക്ക് വേണ്ടത്ര മരുന്ന് കാര്യങ്ങളൊക്കെ അടിച്ച് കയറ്റി കുറച്ച് സമയം നമ്മളൊന്ന് തളർത്തി. അത് കൂടാതെ ഡോക്ടറുടെ വക വീട്ടുകാർക്ക് കിട്ടൊരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവന് ഇനിയും മാനസികാവസ്ഥ കൂടിക്കൊണ്ടേ വരുന്നു. വീട്ടുകാരുടെ ഇടയിലും ഈ പറഞ്ഞ പോലെ കുടുംബക്കാരുടെ ഇടയിലും ഒക്കെ നിന്ന് ഇതായി കഴിഞ്ഞാൽ അപ്പം കൂടും. സത്യമാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു ചിന്തയ്ക്ക് നിരക്കുന്ന രീതിയിലല്ല ഞാൻ പെരുമാറുന്നത്. അത് അന്നേ ചെറുപ്പം മുതലേ അതാണ് എന്നോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വല്യച്ഛൻ്റെ ഒരു സുഹൃത്ത് വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇവിടെ ജനിക്കേണ്ടവനല്ല എന്നുള്ളത്. സത്യമാണത്.